പ്രതിഷേധം ശക്തമാകുമ്പോഴും KSRTCയിൽ പിൻവാതിൽ നിയമന നീക്കം തകൃതിയായി നടക്കുകയാണ്. DMS സമരത്തെ തുടർന്ന് ഇന്റർവ്യൂ നിർത്തിവച്ചിരുന്നു. പക്ഷേ പിന്നീട് ആ ഇന്റർവ്യൂ ഓൺലൈനായി നടത്തി. KSRTC മാനേജ്മെന്റിന്റെ ഒരു വഞ്ചനയും നടന്നു. ഡ്രൈവർ ട്രെയിനർ തസ്തികയിൽ തിരികെ കയറ്റുന്നത് പെൻഷൻ പറ്റിയ ഭരണകക്ഷി യൂണിയൻകാരെയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് KSRTC വല്ലാതെ കട്ടപ്പുറത്തായി നിൽക്കുന്നൊരു സാഹചര്യമാണ്, നമുക്കറിയാമത്. അതുകൊണ്ട് തന്നെ ചില ക്രമക്കേടുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും സമരരംഗത്തേക്ക് വരികയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അതൊക്കെയും മുൻവശത്ത് ഗേറ്റിന് മുന്നിൽ നടക്കുമ്പോൾ പിൻവാതിലിലൂടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത് തുടരുകയാണ്. വീണ്ടും KSRTCയുടെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്നുള്ളത് വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രശാന്ത്, വീണ, തീർച്ചയായും KSRTC മാത്രമല്ല, ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം PSC നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ സമാനമായ സാഹചര്യമാണ് PSCയിലും ഉള്ളതെന്നാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരത്തിൽ ഈ PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എത്ര നിയമനങ്ങൾ നടത്തുക, അതുമാത്രമല്ല അനധികൃതം എന്ന് പറയാൻ, അല്ലെങ്കിൽ വേണ്ടത്ര ഇതുമായി ബന്ധപ്പെട്ട മുൻപരിചയമില്ലാത്ത ആളുകളെ അടക്കം തിരികെ കയറ്റുന്നതായിട്ടുള്ള വിമർശനങ്ങളും ഉയർന്നു വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. KSRTCയിൽ നമുക്കറിയാം, ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തതും നമ്മൾ തന്നെയാണ്. വേണ്ടത്ര മുൻപരിചയമില്ലാത്ത ആളെ ഡ്രൈവർ ട്രെയിനിലേക്ക് തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ലിസ്റ്റ് വരെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. പഴയ എംപാനൽ സമ്പ്രദായത്തിലാണ് ഈ ഇന്റർവ്യൂ നടന്നത് എന്നാണ് ഇത്തരത്തിൽ ആളുകളെ തിരികെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട രീതി നടപ്പിലാക്കിയതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. BMS അടക്കം ആ ഇന്റർവ്യൂ നടന്ന സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിന് ശേഷമാണ് പിന്നീട് അതിനെ ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ KSRTCയുടെ അധികൃതർ ചെന്നെത്തിയിരിക്കുന്നത്. ഇതിൽ CITUവിന്റെ അടക്കം ഉന്നത സ്ഥാനത്തിരുന്ന നേതാക്കളെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്ക് തിരികെ കയറ്റുന്നത്. യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചില്ല എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ നിലനിന്നിരുന്നു. അതിനൊരു ലിസ്റ്റ് കൂടി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ പ്രതിഷേധങ്ങളെ ഒന്നും വകവയ്ക്കാതെ സർക്കാരായാലും ശരി, അല്ലെങ്കിൽ ഈ KSRTC ആയാലും ശരി, അവരുടെ ഒരു ഇതിൽ തങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ പ്രതിഷേധം നടക്കട്ടെ എന്നൊരു നിലപാട് കൂടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ നേരിട്ടുള്ളൊരു അഭിമുഖം നടന്നിട്ട് അതിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ പിന്നീട് അത് ഓൺലൈനായി നടത്തി ഏത് വിധത്തിലും തങ്ങളുടെ ഇഷ്ടക്കാരെ, അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നവരെ ഇതിലേക്ക് ഈ തസ്തികയിലേക്ക് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ KSRTCയിലേക്ക് ഉൾപ്പെടുത്തുക എന്നടക്കമുള്ള ആ നടപടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. PSCയെ അടക്കം നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് ഈ സമീപനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നു. BMS കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു കൂടുതൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പറയുന്ന സാഹചര്യമുണ്ട്. ഇതിൽ എടുത്തു പറയുന്നത് ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്ക് എടുക്കുന്ന ആൾക്ക് വേണ്ടത്ര ഒരു യോഗ്യതയില്ലാത്ത ആളെയാണ് ഈ എടുക്കുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയുന്നത്. വെഹിക്കിൾ സൂപ്പർവൈസർ, അതുപോലെ തന്നെ ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികയിൽ നിന്നൊക്കെ വിരമിച്ച ആളുകളെയാണ് ഇതിലേക്ക് എടുക്കുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധവും വരുന്നത്. എന്തായാലും KSRTC എംപ്ലോയി സംഘ്, KST എംപ്ലോയി സംഘ് BMS ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇത് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നടപടികൾ KSRTCയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ KSRTCയിൽ മറ്റ് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവർക്ക് കൂടി ഇതിലേക്ക് പ്രവേശനം ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കൂടി അവരുടെ ഒരു നിലനിൽപ്പിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ സമീപനം ഉണ്ടാകുന്നതെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കാര്യക്ഷമമാക്കും, അല്ലെങ്കിൽ ശക്തമാക്കുമെന്ന് KST എംപ്ലോയി സംഘം അറിയിക്കുന്നു. എന്തായാലും ഇതിൽ KSRTC അവരുടെ നയവുമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. പ്രതിഷേധങ്ങളെ ഒന്നും വകവയ്ക്കാതെ ഇന്റർവ്യൂ നേരിട്ട് സാധിച്ചില്ലെങ്കിൽ ഓൺലൈൻ എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്.